ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. ക്രിപ്റ്റോ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫണ്ട്സ് ഉണ്ട്. ഇങ്ങനത്തുള്ള പല പല ഓപ്ഷനുകളുണ്ട്. നമ്മൾ കൂടുതലും സാധ്യത അല്ലെങ്കിൽ നമുക്ക് കൂടുതലും അഡ്വൈസ് കിട്ടുന്നതും പ്രത്യേകിച്ച് കാനഡയിലാണെങ്കിൽ പല അഡ്വൈസേഴ്സും സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈവൻ ബാങ്ക് ഉൾപ്പെടെ ആണെങ്കിലും നമ്മൾ ഒരാളുടെ അഡ്വൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഫണ്ട്സ് ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. ഫണ്ട്സിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ റിസ്ക് കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഈ പറയുന്ന അഡ്വൈസറിന് എടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഫീസ് എത്രയാണെന്ന്. എന്ത് തരം ഫീസുകളാണ് ഉള്ളത്? മാനേജ്മെന്റ് എക്സ്പെൻസ് റേഷ്യോ, അതായത് MER എന്ന് പറയും, അത് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ അത് ഇത്ര ഫീസ് ഉണ്ടെന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ ആ ഫണ്ടിന് എത്ര ആവറേജ് റിട്ടേൺ ഉണ്ടെന്ന് നോക്കുക. അതേ റിട്ടേൺ തന്നെയുള്ള വേറെ ഫണ്ട് കുറഞ്ഞ ഫീസിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 3 ആൾക്കാരുടെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അതിനകത്ത് ഒരാൾ ഇൻഡെക്സ് ഫണ്ട്, ETF ഫണ്ടിലൊക്കെ നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ആൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട്, മൂന്നാമത്തെ ആൾ സെഗ്രിഗേറ്റഡ് ഫണ്ട്സിൽ ഇട്ടു. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട്, ETF എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ ഫീസ് ഭയങ്കര കുറവാണ്. ഇങ്ങനത്തുള്ള MER ഫീസ് ഭയങ്കര കുറവാണ്. കാരണം പൊതുവേ ഇതാരും അങ്ങനെ ഇരുന്ന് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട്സ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീസ് ചിലപ്പോൾ 0.5% താഴെയായിരിക്കും. ഈ S&P 500 നാസ്ഡാക്ക് ഫണ്ട്സ് ഒക്കെ നമുക്ക് അങ്ങനെ അവൈലബിൾ ആക്സസിബിൾ ആണ്. ഈ 3 ഫണ്ടിനും 12% ആണ് ആക്ച്വൽ റിട്ടേൺസ്. ശരിക്കും ഇതിന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 3 ഫണ്ടിനും ഈ 3 ആൾക്കാർക്കും കിട്ടേണ്ടത് 12%. 3 പേര് $1,00,000 വെച്ചിട്ടാണ് ഇട്ടത്. 25ാമത്തെ വയസ്സിലാണ് ഇട്ടേക്കുന്നത്. ഇൻഡെക്സ് ഫണ്ട്സിൽ ഇട്ട് ആദ്യത്തെ ആൾ 40 വർഷം കഴിഞ്ഞിട്ട് അയാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം $9 മില്യൺ ഉണ്ടായിരിക്കും. കാരണം അയാൾക്ക് 12% നിന്ന് പിന്നെ 0.18% എന്ന് പറയുമ്പോൾ അയാൾക്ക് ഏകദേശം ഒരു 11.9 അല്ലെങ്കിൽ 11.8 സംതിങ് റിട്ടേൺസ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഇത്ര വർഷം കഴിഞ്ഞ് 40 കൊല്ലം കഴിയുമ്പോൾ $9 മില്യൺ അയാൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അയാൾ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്തിട്ടില്ല. $100,000 ഇട്ടു, 40 വർഷം കഴിയുമ്പോൾ ഇത്ര എമൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇൻഫ്ലേഷനൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂ കുറയും. ബട്ട് ലെറ്റ്സ് എ ഫിഗർ ഇത്ര ഉണ്ടായിരിക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട ഒരാളുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2% MER അല്ലെങ്കിൽ ഫീസ് ഉള്ളിടത്താണ് അയാൾ ഈ $1,00,000 ഇട്ടിരിക്കുന്നതെങ്കിൽ 40 വർഷം കഴിയുമ്പോൾ $4.6 മില്യൺ അല്ലെങ്കിൽ $4.5 മില്യൺ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. 0.18% നിന്ന് പിന്നെ ഒരു 2% ഫീസ് കൂടിയപ്പോൾ അത്രയും വ്യത്യാസം വന്നു. ഇനിയിപ്പോൾ സെഗ്രിഗേറ്റഡ് ഫണ്ട്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3%, 2.5%-നൊക്കെ മുകളിലാണ് പൊതുവേ സെഗ്രിഗേറ്റഡ് ഫണ്ട്സിൻ്റെ റിട്ടേൺ വരുന്നത്. കാരണം സെഗ്രിഗേറ്റഡ് ഫണ്ട്സ് ബാക്കിയുള്ള ഫണ്ടുകളെ പോലല്ല, അത് ഗ്യാരണ്ടീസ് ഓഫർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ $1,00,000 ഇട്ടിട്ടുള്ളവർക്ക് $75,000 എന്തായാലും ഗ്യാരണ്ടീഡ് ആണ്. ഡെത്ത് ബെനിഫിറ്റ് ഗ്യാരണ്ടി ഉണ്ട്, മെച്യൂരിറ്റി ഗ്യാരണ്ടി ഉണ്ട്. ഭയങ്കര ക്രാഷ് ഉണ്ടായിട്ട് അതിൻ്റെ ആക്ച്വൽ വാല്യൂ 60,000 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എന്തായാലും നമുക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഗ്യാരണ്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ MER, മാനേജ്മെന്റ് എക്സ്പെൻസ് റേഷ്യോ ആയിട്ടുള്ള ഈ ഫീസ് ഭയങ്കര കൂടുതലാണ്. $1,00,000 ഇട്ടിട്ടുണ്ടെങ്കിൽ 40 വർഷം കഴിയുമ്പോൾ ഏകദേശം $2 മില്യൺ അവിടെ ഉണ്ടായിരിക്കും. ഫീസിൻ്റെ കേസ് കൊണ്ട് ഇത്രയും ഒരു വ്യത്യാസം വരും അവിടെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് ആക്ച്വലി നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തുമാത്രം ഉണ്ട്, നമുക്ക് ഓരോ ശതമാനം അല്ലെങ്കിൽ ഒരു 0.5% വ്യത്യാസം ഇത്രയും ലോങ് ടേമിൽ നോക്കുമ്പോൾ എന്തുമാത്രം വ്യത്യാസം വരും എന്നുള്ളത് നമ്മളിത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം. ഈവൻ ഇഫ് ഇറ്റ് ഇസ് 0.5%, 1% ആയിട്ടുള്ള ചെറിയ ആ ഒരു ശതമാനമാണെങ്കിൽ കൂടെ ലോങ് ടേമിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പോൾ നമ്മൾക്കാരെങ്കിലും അഡ്വൈസ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ റിട്ടേൺസ് മാത്രം നോക്കരുത്. നമ്മൾ മെയിനായിട്ട് ചോദിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫീസ് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം ഫീസ് ചാർജ് ചെയ്യപ്പെടും, അതെന്തായാലും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പൊതുവേ ഈ കമ്പനികളെല്ലാം ഇത്ര റിട്ടേൺസ് ഉണ്ടെന്ന് പറയുന്നത് ഫീസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവർ കാണിക്കുന്നത്. എന്നിരുന്നാലും ലെറ്റ്സ് ആ സെയിം ഫണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ആക്സസിബിൾ ആണെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് S&P 500 പല കമ്പനികളും കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയിട്ട് കൊടുക്കും, സെഗ്രിഗേറ്റഡ് ഫണ്ട്സ് ആയിട്ട് കൊടുക്കും, ഈവൻ ETF ആയിട്ടും അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഏകദേശം റിട്ടേൺ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ETF നമുക്ക് 12% കാണിക്കുന്നുണ്ടെങ്കിൽ 12% ആഫ്റ്റർ ഫീസ് ആണ് അവർ കാണിക്കുന്നത്. ചിലയിടത്ത് 10% കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ആഫ്റ്റർ ഫീസ് ഉള്ള 10% ആണ് കാണിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ആ സെയിം ഫണ്ടിൽ വേറെ ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ 12% കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ആ 2%ന്റെ ലോങ് ടേമിൽ നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് എപ്പോഴും കൺസിഡർ ചെയ്യണം. സോ MER അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീസ് ശ്രദ്ധിക്കേണ്ട, എപ്പോഴും ചെക്ക് ചെയ്യേണ്ട, ചോദിക്കേണ്ട ഒരു കാര്യമാണ്. എത്രമാത്രമാണ്, അതെങ്ങനെ എഫക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫീസ് കുറവുള്ള ഫണ്ട് എങ്ങനെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം, എവിടെ നമുക്ക് നോക്കാം, എവിടെയൊക്കെയാണ് നല്ല ഓപ്ഷൻസ് നമുക്ക് കിട്ടുക, ഇങ്ങനത്തുള്ള അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളത് നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഒന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ബൈ.